അലം നശ്റഹ് സൂറത്തിലാണ് ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. അലം നശ്റഹ് ലക സദ്റക. അതിന് തന്നെ സദ്റിൻ്റെ ഏറ്റവും വലിയ യോഗ്യത കിട്ടും. ഇൻഷിറാഹാണ് എന്നതിന് കിട്ടും. ഇൻഷിറാഹ് എന്ന് പറഞ്ഞാൽ, ഇൻഷിറാഹു സദ്ർ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ മലയാളത്തേക്ക് മനസ്സിൻ്റെ വിശാലത എന്നർത്ഥം വെക്കാം. ഇത് റഹ്മത്ത് എന്നതിൻ്റെ മറ്റൊരു പ്രയോഗമാണ്. പഠിപ്പിക്കാനുള്ള യോഗ്യത റഹ്മത്താണ് എന്ന് സ്വർഗത്തിൽ നിന്ന് ഓതണ സൂറത്തിലുണ്ട്. സ്വർഗത്തിൽ സ്വർഗാവകാശികളായ ഞമ്മക്ക്, നമ്മൾ തന്നെയാണ് ഈ സ്വർഗാവകാശികളേറുണ്ട്, അല്ലാതെ അതിന് വേറെ ആൾക്കാരല്ല. സ്വർഗാവകാശികളായ ഞമ്മക്ക് സ്വർഗത്തു നിന്നൊരു പാട്ട് കേൾക്കാൻ പൂതിയാകുമെന്നാണ്. അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കും, പടച്ചോനെ ഞങ്ങൾക്കൊരു പാട്ട് കേൾക്കാൻ പൂതിയാകുന്നുണ്ടല്ലോ എന്ന് പറയും. മലക്കുകളോട് പ്രകാശത്തിൻ്റെ ഒരു സ്റ്റേജ് കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു പറയും. അങ്ങനെ മലക്കുകൾ പ്രകാശത്തിൻ്റെ ഒരു സ്റ്റേജ് കൊണ്ടുവരും. അതിൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ കയറ്റി നിർത്തും. ശബ്ദം മുഅ്ജിസത്തായി നൽകപ്പെട്ട പ്രവാചകനാണ് സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം. ഓരോ നബിമാർക്കും അതാത് കാലഘട്ടങ്ങളിലെ ജനങ്ങളുടെ കഴിവിനെ മറികടക്കുന്ന മുഅ്ജിസത്താണ് നൽകിയിട്ടുള്ളത്. ചികിത്സകന്മാർ കൂടുതലുള്ള കാലത്ത് മരിച്ചോരെ ഹയാത്താക്കുന്ന ചികിത്സ മുഅ്ജിസത്തായി നൽകി ഈസാ നബി അലൈഹി ഇസ്ലാമിന്. സാഹിര്യങ്ങൾ കൂടുതലുണ്ടായിരുന്ന കാലത്ത് എല്ലാ സിഹിറിനെയും നിഷ്ഫലമാക്കുന്ന വടി കൊടുത്തു മൂസ നബി അലൈഹി ഇസ്ലാമിന്. ഖൈനാത്ത് മആസിഫ് വാദ്യോപകരണങ്ങൾ കൂടുതലുള്ള കാലത്താണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാം വരുന്നത്. അതുകൊണ്ട് എല്ലാ വാദ്യോപകരണങ്ങളെയും മറികടക്കുന്ന ശബ്ദം സയ്യിദുനാ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകി. മഹാനവർകൾക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥവും പാട്ടുരൂപത്തിലുള്ളതാണ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാം വേദപാരായണം ആരംഭിച്ചാൽ പാറിക്കൊണ്ടിരിക്കുന്ന പക്ഷികൾ നിൽക്കുമായിരുന്നു എന്നാണ്. അത്രയും ആകർഷണീയമായ ശബ്ദത്തിൻ്റെ ഉടമയാണ് സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനോട് വരാൻ പറഞ്ഞിട്ട് പ്രകാശത്തിൻ്റെ സ്റ്റേജിൽ നിർത്തിയിട്ട് ഖുർആൻ ഓതാൻ പറയും. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ വസ്സമാഅ റഫഅഹാ വവദഅൽ മീസാൻ. മനോഹരമായി പാരായണം ചെയ്യുമ്പോൾ സ്വർഗം ഇങ്ങനെ ആകെ ഇളകി മറിയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ റഹ്മാനിയത്താണ് തഅലീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗ്യത എന്ന് പറയുന്നത്. റഹ്മാനിയത്ത് അല്ലെങ്കിൽ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ചേർന്നതാണ്. ഒന്നാമത്തേത് ഇൽഫത്ത് എന്ന് പറയും. ഉൽഫത്ത് എന്നാണ് ശരി, പക്ഷേ ഇൽഫത്ത് എന്നാണ് സാധാരണ പ്രയോഗിച്ചു വരുന്നത്. ഒന്നാമത്തേത് ഉൽഫത്ത് എന്ന് പറയും, അല്ലെങ്കിൽ ഇൽഫത്ത് എന്ന് പറയും. രണ്ടാമത്തേത് നുസ്റത്ത് എന്ന് പറയുന്നതാണ്. മൂന്നാമത്തേത് നസിഹത്ത് എന്ന് പറയുന്നതാണ്. ഇത് 3ഉം ചേർന്നതാണ് റഹ്മത്ത്. ഒന്ന് ഉൽഫത്ത് എന്ന് പറഞ്ഞാൽ അതിനെ മലയാളത്തിൽ മനപ്പൊരുത്തം എന്ന് പറയാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉസ്താദുമാർ, മാഷന്മാർ, ടീച്ചർമാരൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ചില ആൾക്കാരെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. അത് അവരുമായി ഉൽഫത്തുള്ളത് കൊണ്ടാണ്. ഉൽഫത്തുള്ള ആൾക്കാരെയാണ് ഓർക്കുക, ഉൽഫത്തില്ലാത്തവരെ ഓർക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അധികവും മുതിർന്ന ക്ലാസ്സിലെ ഗുരുനാഥന്മാരെയാണ് ഓർക്കുക. 1ാം ക്ലാസ്സിലെ ഇബ്രാഹിമല്ലാക്കാനെ മിക്കവാറും മറന്നിട്ടുണ്ടാവും. പിന്നെ അമ്മാട് ചോദിക്കേണ്ടി വരും, ആരെയായിരുന്നു നിന്നെ ഒന്ന് ചേർത്തപ്പോൾ അതിലുണ്ടായിരുന്നത്. മുതിർന്ന ക്ലാസ്സിലെ ഉസ്താദന്മാരെയാണ് കൂടുതൽ ഓർക്കുക. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. 12 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പഠിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് എന്ന് ആർക്കും തോന്നുള്ളൂ എന്നാണ്. അതിൻ്റെ ശേഷം മുതിർന്ന ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം. ചില നാടുകളിലൊക്കെ പെൺകുട്ടികളെ കല്യാണത്തിന് ഉസ്താദന്മാർക്ക് തുണിങ്കുപ്പായം ഉണ്ടാവും. അപ്പോൾ 1ലെ ഉസ്താദിനല്ല കിട്ടുക, അത് 8ൻ്റെ മേലേക്കുള്ള ഉസ്താദന്മാർക്കാണ് കിട്ടുക. കാരണം അതാണ് മനസ്സിൽ ഓർക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവരുമായി ഉൽഫത്ത് എന്ന മനപ്പൊരുത്തം ഉണ്ടാകുമ്പോഴാണ് ആളുകളെ ഓർക്കാൻ കഴിയുന്നത്. മനപ്പൊരുത്തത്തിന് ഒരുപാട് വഴിയുണ്ട്. ആഗ്രഹത്തിനനുസരിച്ച് സംസാരിച്ചാലും മനപ്പൊരുത്തം ഉണ്ടാവും. ആളുകൾ എന്താണോ ആഗ്രഹിക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സംസാരിച്ചാൽ. അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ആളുകൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക. ഇപ്പോൾ സയ്യിദുൽ ഉലമ പ്രസംഗിച്ചപ്പോൾ ഷെയ്ഖിനെ കുറിച്ച്, മുരീദിനെ കുറിച്ച്, ത്വരീഖത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. മഹാനവറുകളിൽ നിന്ന് ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. ബാക്കി ഉസ്താദ് സംസാരിച്ചപ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് ഒരുപാട് സൂചനകൾ നൽകി വളരെ ആധികാരികമായി സംസാരിച്ചു. കൂട്ടത്തിലൊരു കാര്യം ഓർമ്മ വരികയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് ഈ മൊല്ലാക്കാരുണ്ടാവും. മൊല്ലാക്കാർ പിന്നെ പാരമ്പര്യമായിട്ടാണ് നമ്മളൊക്കെ നാട്ടിൽ അധികവും മൊല്ലാക്കാരുണ്ടാകുക. ഇപ്പൊക്കെ അത് മാറിയിട്ടുണ്ട്. മുമ്പ് ഖത്തീബന്മാരും മൊല്ലാക്കാരൊക്കെ പാരമ്പര്യമായിട്ട് വാപ്പ മൊല്ലാക്കായിരുന്നു. പിന്നെ കൂട്ടത്തിൽ വലിയ
മകൻ മൊല്ലാക്ക ആവാനുള്ളതാണ് എന്നുള്ള നിലയിൽ ആദ്യം തന്നെ മൂപ്പര് കുറച്ച് പഠിച്ചു. അങ്ങനെയൊക്കെയാണ്, അല്ലാതെ വെറുതെ മൊല്ലാക്കായതല്ല. അങ്ങനെ പാരമ്പര്യമായിട്ട് മൂപ്പർക്ക് മൊല്ലാക്ക സ്ഥാനം കിട്ടി. അങ്ങനെ മൊല്ലാക്കാരുടെ കയ്യിലൊക്കെ ഒരു വടി ഉണ്ടാവും. ഇങ്ങനെ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു വടി നല്ലതാണ് എന്നാണ്. അമ്പിയാക്കയുടെ പാരമ്പര്യത്തിലൊക്കെ വടി ഉണ്ട്. മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നത് ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് കിട്ടിയതാണ്. അമ്മോഷൻ കൊടുത്തതാണ്. അമ്മോഷൻ അത് പാരമ്പര്യമായിട്ട് വന്നതാണ്. മൂസ നബി അലൈഹി ഇസ്ലാം ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നാട്ടിൽ വന്ന് കല്യാണം കഴിച്ചപ്പോൾ മഹർ കൊടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ആടിനെ നോക്കൽ മഹറായി നിശ്ചയിച്ചിട്ട് അങ്ങനെയാണ് ആടിനെ നോക്കാൻ പോകുന്നത്. കഥ അപ്പം നിങ്ങളോട് പറയേണ്ടതല്ലോ, അതുകൊണ്ട് കാര്യം മാത്രം പറയാം. പോണ സമയത്ത് അമ്മോഷൻ വാപ്പ പറഞ്ഞു, മോനെ റൂമിൻ്റെ മൂലൊക്കെ കുറേ വടി ഇരിക്കുന്നുണ്ടായിരുന്നു, ഒന്ന് എടുത്തു പറഞ്ഞു. ബെഡ്റൂമിൽ നിന്ന് ഞാൻ എൻ്റെ വക ഉണ്ടാക്കിയതാണ്. ബെഡ്റൂമിൻ്റെ മൂലൊക്കെ കുറേ വടി ഇരിക്കുന്നുണ്ടായിരുന്നു, ഒന്ന് പോയി എടുത്തു പറഞ്ഞു. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെ പോയിട്ട് ബെഡ്റൂമിൻ്റെ മൂലക്കൊന്ന് ഒരു വടി എടുത്തിട്ട് കൊടുത്തിട്ട് വാപ്പാക്ക് കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ഇപ്പം ഞാൻ ഇത് എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഷുഐബ് നബി പറഞ്ഞു, മോനെ അത് എടുക്കണ്ട, അതവിടെ കൊണ്ടുവച്ചിട്ട് വേറൊന്ന് എടുത്തു പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാം അത് അവിടെ കൊണ്ടുവച്ച് വേറൊരു വടി എടുത്ത് വന്നിട്ട് ഷുഐബ് നബിനോട് ചോദിച്ചു, എന്നപ്പം ഞാൻ ഇത് കൊണ്ടോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഷുഐബ് നബി നോക്കുമ്പോൾ നേരത്തെ കൊടുന്ന ആ വടി തന്നെയായിരുന്നു. അപ്പോൾ മൂപ്പർ പറഞ്ഞു, മോനെ അതവിടെ കൊണ്ടുവച്ചിട്ട് വേറൊരു വടി എടുത്തു പറഞ്ഞു. അങ്ങനെ അതവിടെ കൊണ്ടുവച്ച് വേറൊരു വടി എടുത്ത് വന്നിട്ട് ചോദിച്ചു, അപ്പം ഞാൻ ഇത് കൊണ്ടോട്ടെ എന്ന് ചോദിച്ചു. നോക്കുമ്പോൾ അത് പഴയ വടി തന്നെ, നെഞ്ഞിച്ചെടുത്തു പറഞ്ഞു. അങ്ങനെ കിട്ടിയതാണ് ആ വടി. മുൻകാല പിതാക്കന്മാരിൽ നിന്ന് അനന്തരമായി കൈമാറി വന്നതായിരുന്നു ആ വടി എന്ന് കാണാം. അപ്പം അമ്പിയാക്കളുടെ പാരമ്പര്യത്തിലൊക്കെ ഒരു കയ്യിലൊരു വടി ഉണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ മൊല്ലാക്കാർക്കൊക്കെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. അങ്ങനെ അസറസ്കാരം കഴിഞ്ഞിട്ട് മൊല്ലാക്ക ആ വടിയും കുത്തിങ്ങാണ്ട് പെരേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയാൽ ആ വടി ഇങ്ങനെ ഒരു പ്രത്യേക അകലത്തിൽ ഇങ്ങനെ കുത്തുമ്പോൾ അതിനൊരു ട്യൂൺ ഉണ്ടാവും. പ്രത്യേക അകലത്തിൽ ഇങ്ങനെ കുത്തിയാൽ അതിനൊരു ട്യൂൺ ഉണ്ടാവും. ഈ ട്യൂണ് എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാണ്. താളം എന്നതിന് മലയാളത്തിൽ പറയും. അടുക്കളയിൽ നിന്ന് സ്പൂണ് വീണാൽ യുദ്ധം ഉണ്ടാക്കണ നമ്മൾ ട്രെയിനിൽ റിസർവേഷൻ ടിക്കറ്റ് എടുത്തിട്ട് ഉറങ്ങും. ട്രെയിനിലെ സംഗതി ഇരുമ്പും കൂട്ടിമുട്ടാണ് ചെയ്യണത്. പക്ഷെ അവിടെ നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാൻ ഉറങ്ങാൻ പറ്റിയ ടിക്കറ്റ് ഇല്ലെങ്കിൽ അള്ളാഹ് പോകാൻ കഴിയൂല അറിയും. എന്നാൽ അടുക്കളയിൽ സ്പൂൺ വീണേന് നമ്മൾ യുദ്ധം ഉണ്ടാക്കും. എന്തുകൊണ്ട് സ്പൂൺ വീണുമ്പോൾ യുദ്ധം ഉണ്ടാകുന്നു? ട്രെയിനിൽ റിസർവേഷൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഉറങ്ങുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ട്രെയിനിൽ ഇരുമ്പും കൂട്ടുമുട്ടുകയാണെങ്കിലും അതൊരു താളത്തിനനുസരിച്ചാണ് എന്നതാണ്. അതില്ലെങ്കിൽ താളം തെറ്റും, സെതിറിനും തെറ്റും, ബാക്കിയുള്ളവർക്കും തെറ്റും, എല്ലാവർക്കും തെറ്റും. അപ്പോൾ എല്ലാത്തിനും ഒരു ക്രമം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അക്രമമാവും. ആ ക്രമം അനുസരിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് അതതിൻ്റെ താളം അനുസരിച്ച് പോകുന്നത്. അപ്പം മല്ലാക്കാക്ക് ഇങ്ങനെ വടി കുത്തുമ്പോൾ അതിനൊരു താളം ഉണ്ടാവും. ഈ താളം ഇങ്ങനെ കേട്ടാൽ പീടിയക്കൊലയുമ്പോൾ ചായ ഒടിച്ചിട്ട് തുണി മടക്കി കുത്തിങ്ങാണ്ടി ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഓലൊക്കെ ആ മൊല്ലാക്ക വരുന്നുണ്ട് പറഞ്ഞാൽ ഇങ്ങനെ നീച്ചിക്കും. പിന്നെ മൊല്ലാക്ക അവിടുന്ന് പാസ് ചെയ്ത് പോയതിൻ്റെ ശേഷമാണ് പിന്നെ ഓല അവിടെ ഇരിക്കുന്നത്. അപ്പം നമുക്കിങ്ങനെ തോന്നുകയാണ് ഇന്നത്തെ മനുഷ്യന്മാരൊക്കെ പറ്റ മോശമായി, മൊല്ലാക്കാനല്ല മൂലേരെ കണ്ടാലും നീച്ചിക്കണില്ല എന്ന് നമുക്ക് തോന്നുകയാണ്. സത്യത്തിൽ ബഹുമാനിക്കപ്പെടേണ്ട യോഗ്യത ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ കണ്ടാൽ ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ്. അർഹതക്കാണ് എപ്പോഴും അംഗീകാരമുള്ളത്. ഇവിടെ ബാക്കി ഉസ്താദ് സംസാരിച്ചു പോയി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരാൾക്ക് അംഗീകാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതെന്തെങ്കിലും ഒരു ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമസ്തയുടെ അംഗീകാരം എന്ന് പറഞ്ഞാൽ ഒരു വലിയ അംഗീകാരം തന്നെയാണ്. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, അർഹതക്കാണ് എപ്പോഴും അംഗീകാരം ഉള്ളത്. അപ്പം നമ്മളെ ആൾക്കാർ ബഹുമാനിക്കണില്ലെങ്കിൽ നാട്ടുകാർ കേടുന്നതല്ല, ഞമ്മക്കെന്തോ പറ്റിയതാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് പറയാൻ ഒരു സാന്ദർഭികമായ ഒരു വിഷയം ഞാൻ ഉപയോഗപ്പെടുത്തി എന്നാണുള്ളത്. അപ്പോൾ മുഅ്മിനീങ്ങളെ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഇൽഫത്ത് എന്ന് പറയുന്നത്. ഇൽഫത്ത് എന്ന് പറഞ്ഞാൽ അതിന് മനപ്പൊരുത്തം എന്ന് പറയും. അപ്പോൾ നമ്മൾ ശിഷ്യന്മാരുമായി, നമ്മുടെ കീഴിലുള്ള ജോലിക്കാരുമായി നമുക്കൊരു മനപ്പൊരുത്തം ഉണ്ടായിരിക്കണം. മനപ്പൊരുത്തം ഉണ്ടാക്കാൻ ഒരുപാട് വഴികളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ വഴി താല്പര്യത്തിനനുസരിച്ച് സംസാരിക്കുക. നേതാവ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനം ചെയ്യുന്നവനല്ല, ചെയ്യിക്കുന്നവനാണ്. ഒരു കാര്യം ചെയ്യുന്ന ആളല്ല നേതാവ്, ചെയ്യിക്കുന്ന ആൾക്കാണ് നേതാവ് എന്ന് പറയുന്നത്. ചെയ്യുന്നതിലല്ല വിജയിക്കേണ്ടത്, നേതാക്കന്മാർ ചെയ്യിക്കുന്നതിൽ വിജയിക്കണം, അവിടെയാണ്. അപ്പോൾ എങ്ങനെ ചെയ്യിക്കുന്നതിൽ വിജയിക്കാൻ പറ്റുക? ചെയ്യിക്കുന്നതിൽ വിജയിക്കാൻ പറ്റണമെങ്കിൽ തീരുമാനത്തിൻ്റെ പ്രഖ്യാപനമായിരിക്കണം അയാൾ നടപ്പിൽ വരുത്തുന്നത്. കൂടി ആലോചിച്ചതിന് ശേഷം എടുക്കുന്ന തീരുമാനത്തിൻ്റെ പ്രഖ്യാപനമാണ് നടത്തുന്നതെങ്കിൽ ചെയ്യിക്കാൻ പറ്റും. അല്ലാതെ നിർദ്ദേശങ്ങൾ ആർക്കും ഇഷ്ടമല്ല, ഒരു മനുഷ്യനും നിർദ്ദേശം ഇഷ്ടമല്ല. തീരുമാനങ്ങളുടെ പ്രഖ്യാപനങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു കാര്യം, മദ്രസയിലെ കുട്ടികൾ അധികവും തൊപ്പിടാതെയാണ് വരുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളെ കൊണ്ടും നമുക്ക് തൊപ്പിടിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാഫ് വിളിച്ചു, സ്റ്റാഫിലൊരു തീരുമാനം എടുത്തു. ആ തീരുമാനം പ്രഖ്യാപിക്കലിനെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുക. അല്ലാതെ സ്റ്റാഫ് വിളിക്കാതെയും ചർച്ച ചെയ്യാതെയും അടിച്ചേൽപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ആർക്കും താല്പര്യമില്ലാത്തതാണ്. എത്ര നല്ല കാര്യമായിട്ടും കാര്യമില്ല, നിർദ്ദേശം എത്ര നല്ലതായിട്ടും കാര്യമില്ല എന്നാണ്. അതിനാണ് നമ്മൾ മുഷാവറ എന്ന് പറയുന്നത്, കൂടിയാലോചന എന്ന് പറയുന്നത്. അപ്പോൾ
നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കൂടിയാലോചനകൾക്ക് ശേഷമാകുമ്പോൾ മനപ്പൊരുത്തമുണ്ടാവും. അപ്പോൾ ഒന്നാമത്തത് ഇൽഫത്താണ്. ഇൽഫത്തിന് ഒരുപാട് മാർഗങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ബൈത്തുകൾ, പാട്ടുകൾ, അങ്ങനെയുള്ളതൊക്കെ ഇൽഫത്തിൻ്റെ വഴികളാണ്. അപ്പോൾ നമ്മൾ കിതാബുകളുടെ ഇടയിൽ പിന്നെ തസൗഫിൻ്റെ കിതാബിൽ പ്രത്യേകിച്ചും ബൈത്തുകളുണ്ടാവും. അപ്പോൾ ഒരുമിച്ച് ചൊല്ലുക, ഒരുമിച്ച് ഫാത്തിഹ ഓതുക. അങ്ങനെ നമ്മൾ ഈ ഖിറാഅത്ത് പഠിപ്പിക്കുമ്പോൾ 7 പഠന പ്രവർത്തനങ്ങൾ പഠിപ്പിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒന്നിച്ച് ഓതുക എന്നാണ്. ഗുരുവും ശിഷ്യനും ഒരുമിച്ച് ഓതുക എന്നാണ്. ഇൽഫത്തുണ്ടാവും, മനപ്പൊരുത്തമുണ്ടാവും എന്നാണ് ഒരുമിച്ച് ചെയ്താൽ. അപ്പോൾ അടിച്ചേൽപ്പിക്കുന്ന പഠനമാക്കാതെ ശരിക്കും പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കാൻ സഹായിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പഠിപ്പിക്കാൻ ശരിക്കും കഴിയില്ല. അയാൾക്ക് സ്വയമായി പഠിക്കാനേ കഴിയുള്ളൂ, അതിന് വേറെ ആൾക്ക് സഹായിക്കാനേ കഴിയുള്ളൂ. ഞാനിങ്ങനെ എനിക്ക് ഒരു കാര്യം നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയില്ല, നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുകയാണ്, അതിന് ഞാൻ സഹായം ചെയ്യും. അപ്പോൾ പഠിപ്പിക്കാൻ കഴിയില്ല, പഠിക്കാൻ സഹായിക്കാനാണ് കഴിയുക. ഖുർആൻ പഠിപ്പിക്കലിനെ പറ്റി പറയുമ്പോൾ പറയലുണ്ട്, സാധാരണ ഒരായത്ത് മുഴുവനായി ഓതി കൊടുത്തുങ്ങാണ്ട് അതേമാതിരി ഓതിപ്പിക്കാൻ പറ്റില്ല. അത് പഠിപ്പിക്കാനുള്ള ശ്രമമാണ്. ആ കുട്ടി മുഴുവനായും ഓതണം. അപ്പം അതിനെന്ത് വേണം? തല ഒന്ന് തുടങ്ങി കൊടുക്കണം, അവസാനത്തേക്ക് എത്തുമ്പോൾ അവന് പിടുത്തം വിടും, അപ്പോൾ അവസാനം കൂടി കൊടുക്കണം. അങ്ങനെയാണ്. അതാണ് പഠിക്കാൻ സഹായിക്കുക എന്ന് പറയുന്നത്. ഒരിക്കലും പഠിപ്പിക്കൽ നടക്കൂല, പഠിക്കാൻ സഹായിക്കലാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഈ സഹായം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ മനപ്പൊരുത്തമുണ്ടാകും എന്നതാണ്. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതിനെ നമ്മൾ പറഞ്ഞാൽ മനപ്പൊരുത്തം ഉണ്ടാവും. ഇത് എല്ലാ കാര്യത്തിലുള്ളതാണ്. ബിസിനസ്സിലുണ്ടാവും അത്. നമ്മളൊരു കടയിൽ ചെന്നു, ഒരു കടയിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒരു സാധനത്തിന് വില ചോദിക്കുകയാണ്, ഒരു മൊബൈൽ ഫോണിന് വില ചോദിച്ചു. അപ്പോൾ ഈ വിവോൻ്റെ ഈ ഫോണിന് എന്താ വില എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. ഇത് വാങ്ങിയൊന്നല്ല, ഫ്രീ കിട്ടിയതാണ്, വലിയമാർക്കൊക്കെ ഫ്രീ കിട്ടുക. ഈ വിവോൻ്റെ ഈ ഫോണിന് എന്താ വില എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക ഒരു കടയിൽ ചെന്നിട്ട്. അപ്പോൾ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു കച്ചവടക്കാരനാണെങ്കിൽ അയാൾ പറയും, സർ വിവോൻ്റെ ഈ ഫോണിന് 32,000 രൂപയാണ്. അയാൾ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ ചോദിച്ച ചോദ്യത്തെ ഒന്ന് ആവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നി അയാൾ എൻ്റെ പക്ഷക്കാരനാണെന്ന് തോന്നി. അയാളൊന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. സംഗതിയിൽ ഇപ്പോൾ ഞാൻ ചോദിച്ചത് വിവോൻ്റെ ഈ ഫോണിന് എന്താ വില എന്ന് ചോദിച്ചാൽ കറക്റ്റ് മറുപടി എന്താണ്? 32,000 റുപ്യാണ് എന്നാണ്. വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, വേണമെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ അവിടെ ഇരുന്നോട്ടെ എന്ന് അത് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാനിത് എടുക്കണമെങ്കിൽ അയാൾക്ക് പരിശീലനം ലഭിച്ച കച്ചവടക്കാരനാണെങ്കിൽ അയാൾ പറയും, സർ വിവോൻ്റെ ഈ ഫോണിന് 32,000 രൂപയാകുന്നു എന്ന് പറയും. ഇങ്ങനെ ചെയ്യുന്നതിനാണ് മനപ്പൊരുത്തം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഒരുപാട് വഴികളുണ്ടാവും. ചില സൂചനകൾ ഞാൻ നൽകി എന്ന് മാത്രം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അദ്കാറുകളൊക്കെ ചെല്ലുമ്പോൾ, ബൈത്തുകളൊക്കെ ചെല്ലുമ്പോൾ എന്നാൽ എല്ലാവരും നീച്ചിക്ക് നമുക്ക് ഒരുമിച്ച് ചെല്ലുക എന്ന് പറഞ്ഞിട്ട് ഒന്നിച്ച് ചൊല്ലിയാൽ മനപ്പൊരുത്തം ഉണ്ടാക്കാം. ഇങ്ങനെയുള്ള ആളുകളെ ശിഷ്യന്മാർ ഓർക്കും. രണ്ടാമത്തത് നുസ്രത്താണ്, സഹായമാണ് നുസ്രത്ത് എന്ന് പറഞ്ഞാൽ. ഹെൽപ്പ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു, പഠിപ്പിക്കലല്ല പഠിക്കാൻ സഹായിക്കലാണ്, ചെയ്യലല്ല നേതാവ് ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാ 5 വരെയുള്ള അല്ലെങ്കിൽ 7 വരെയുള്ള മദ്രസയിലെ മുഴുവൻ പട്ടികയും സാർ ഉസ്താദ് എഴുതല്ല വേണ്ടത്. 3-ാം ക്ലാസ്സിൽ ഉസ്താദിനും 4-ാം ക്ലാസ്സിൽ ഉസ്താദിനും പട്ടിക എഴുതാൻ സഹായിക്കുകയാണ് വേണ്ടത്. അതാണ് നേതൃഗുണം. അയാൾ തന്നെയാണ് എഴുതേണ്ടത്. അതിനാവശ്യമായ സഹായമാണ് നേതാവ് ചെയ്തു കൊടുക്കേണ്ടത്. രണ്ടാമത്തത് നുസ്രത്താണ്. മൂന്നാമത്തത് നസീഹത്താണ്. നസീഹത്ത് എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. ഗുണം വരണമെന്ന ആഗ്രഹത്തോടു കൂടെ ചെയ്യുന്നതിനാണ് ഗുണകാംക്ഷ എന്ന് പറയുന്നത്. നസീഹത്തിൻ്റെ നേരെ മലയാളം അല്ലെങ്കിൽ നേരെ ഇംഗ്ലീഷാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അറബിയിൽ പറയുമ്പോൾ നസീഹത്തിൻ്റെ പരിഭാഷയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. മോഡേൺ കൗൺസിലിങ്ങും ഇസ്ലാമികമായ കൗൺസിലിങ്ങും തമ്മിൽ പ്രകടമായ ഒരു വ്യത്യാസമുണ്ട്. ആധുനിക കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളോടൊരു പ്രശ്നം വന്ന് പറഞ്ഞാൽ പ്രശ്നം അയാളുടേതാണ്, നമ്മളതിന് പരിഹാരം നിർദ്ദേശിക്കുന്ന ആൾ മാത്രമാണ്. എന്നാൽ ഇസ്ലാമികമായ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളോടൊരു പ്രശ്നം വന്ന് പറഞ്ഞാൽ പ്രശ്നം നമ്മുടേതായി ഏറ്റെടുത്ത് പരിഹരിക്കുന്നതാണ് ഇസ്ലാമികമായ കൗൺസിലിംഗ്. വേറെ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾക്ക് വേഗം മനസ്സിലാവും. മേജർ സർജറി നടക്കുകയാണ്. ഒരു ഡോക്ടർ മേജർ സർജറി നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ 10:15 ചായൻ്റെ സമയമായാൽ അയാൾ ചായ കുടിക്കും. വലിയ ക്രിറ്റിക്കൽ സ്റ്റേജിലുള്ള ഒരു സർജറി, ഒരു ഓപ്പറേഷൻ നടക്കുകയാണെങ്കിലും ചായൻ്റെ സമയമായാൽ അയാൾ ചായ കുടിക്കും. എന്തുകൊണ്ട് കഴിയുന്നു? പ്രശ്നം അയാളുടേതല്ല, വേറെ ആളുടേതാണ്. എന്നാൽ ഒരു ഇസ്ലാമികമായ വൈദ്യന് എന്തെങ്കിലും ഒരു തീരുമാനമാവാതെ ചായ കുടിക്കാൻ കഴിയില്ല. അതാണ് വ്യത്യാസം. അപ്പോൾ മോഡേൺ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ കൗൺസിലിയുടേതാണ് പ്രശ്നം, നമ്മുടേതല്ല. അപ്പോൾ 1 മണിക്കൂറാണ് സമയം കൊടുത്തിട്ടുള്ളതെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ സമയം കഴിഞ്ഞിട്ടോ ഞാൻ അയക്കൊന്ന് ബുക്ക് ചെയ്ത് വന്നോളി എന്ന് പറയാം മോഡേൺ കൗൺസിലിങ്ങിൽ. പക്ഷേ ഇസ്ലാമിക കൗൺസിലിങ്ങിൽ അത് കഴിഞ്ഞിട്ടേ നമുക്ക് പോകാൻ കഴിയുള്ളൂ എന്നതാണ് വ്യത്യാസം. ഇത് നസീഹത്തിൻ്റെ നേരെ പരിഭാഷയാണ്. ഇത് റഹ്മത്തിൻ്റെ ഭാഗമായി ഒരാളിൽ ഉണ്ടായിത്തീരുന്നതാണ്. ഇതിനെയാണ് നമ്മൾ മലയാളത്തിൽ ഗുണകാംക്ഷ എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ റഹ്മത്തുമായി ബന്ധപ്പെട്ടതാണ്. അത് തഅലീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യതയാണ് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ചെയ്യുക എന്നതിനേക്കാൾ
ചെയ്യിപ്പിക്കാൻ കഴിയുന്നിടത്താണ് വിജയം. ഞാൻ വിഷയം ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 4 നേതാക്കന്മാരെ പരിചയപ്പെടുത്തുകയാണ്. ആ 4 നേതാക്കന്മാരെയും പേര് എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅക്ക് എന്നാൽ ഖത്തീബ് മുടങ്ങാതെ പറയും. ഒറ്റാഴ്ച മുടങ്ങലില്ല. അതിന് ശേഷമുള്ളതൊക്കെ ചിലപ്പോൾ വെട്ടി ചുരുക്കിയാലും 4 ആൾക്കാരെ പേര് ചുരുക്കലില്ല. 4 വലിയ നേതാക്കന്മാർ: സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ്. ഈ 4 ആൾക്കാരൻ പഠിച്ചാൽ നേതൃഗുണം പഠിയുന്നതാണ്. മൊത്തത്തിൽ പറയല്ല, ഓരോരുത്തർക്കും ഓരോ ഗുണം ഞാൻ പറയാം. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയൊരു യോദ്ധാവല്ല, വെട്ടും കുത്തൊന്നും ചെയ്യുന്ന ആളല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തെങ്കിലും കാട്ടുന്ന ആർക്കോട്ട് പേടിയില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ സാധാരണ വന്നാൽ ഇരിക്കാറുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ദിവസം അദ്ദേഹം വരാൻ നേരം വൈകിയാൽ വേറൊരാൾ ഇരിക്കുമായിരുന്നില്ല. കൊടട്ട് പിടിച്ചതല്ല, മുസല്ല വിരിച്ചതല്ല, ബാഗ് അവിടെ നേരത്തെ കൊണ്ടുവച്ചതല്ല, പക്ഷെ വേറൊരാൾ ഇരിക്കൂല. ഇതാണ് യോഗ്യത. ഇതിനെയാണ് യോഗ്യത എന്ന് പറയുന്നത്. ഈ യോഗ്യത എങ്ങനെയാണ് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിത്തീർന്നിട്ടുള്ളത്? ഇതാണ് ആദ്യമായി പഠിക്കേണ്ട ഒരു വിഷയം. സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുമ്പും ശിർക്ക് ചെയ്യാത്ത ആളാണ്. അപൂർവം ആളുകളാണ് അങ്ങനെയുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സിലാണ് നുബുവത്ത് കിട്ടിയത്. നുബുവത്തിൻ്റെ ശേഷം വിരോധിക്കപ്പെടാവുന്ന ഒരു കാര്യവും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തിൻ്റെ മുമ്പും ചെയ്തിട്ടില്ല എന്നുള്ളത് നബി തങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. നുബുവത്തിൻ്റെ ശേഷം വിരോധിക്കപ്പെടാൻ പോകുന്ന ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തിൻ്റെ മുമ്പും ചെയ്തിട്ടില്ല. അപ്പോൾ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ ധാരാളം ഗുണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം പാരമ്പര്യ ഗുണമായിരുന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പമാരിൽ മുറത്ത് എന്നവരിലേക്ക് ചെന്നുമുട്ടുന്ന പിതാക്കന്മാരുടെ പരമ്പരയാണ് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനുള്ളത്. പാരമ്പര്യ ഗുണം. ഈ പാരമ്പര്യ ഗുണത്തെയാണ് നമ്മൾ തറവാട് എന്ന് പറയുന്നത്. പൂക്കോയ തങ്ങളൊക്കെ അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ, യാത്ര പോകുമ്പോൾ കൂടെ കൊണ്ടുനടക്കും. ആരിലൊക്കെ തറവാട്ടുകാരെയാണ് കൊണ്ടുനടക്കുക. പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ അതിൽ തീരുമാനം എടുക്കുന്നതിന് മുന്നേ തറവാട്ടുകാരെ യോഗം വിളിക്കും. ചാക്കീരികൾ, അങ്ങനെയൊക്കെയുള്ള ചങ്ങമ്പള്ളിക്കാർ, അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ തറവാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഒരു യോഗം വിളിച്ചിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കും. അങ്ങനെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം തീരുമാനം പറയും. അതെന്തിനാണ് തറവാട്ടുകാരെ വിളിക്കണത്? തറവാട്ടുകാരൻ തറവാടിത്തമുള്ള അഭിപ്രായമാണ് പറയുക. അതാണ് കാരണം. അതാണ് പാരമ്പര്യ ഗുണം എന്ന് പറയുന്നത്. അത് വലിയൊരു ഗുണമാണ്. പിന്നെ നമ്മളെ കാടേരി ഉസ്താദിനെ മുഷാവറയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹം ദർശനടുത്തുന്ന ഇരുമ്പ് ചോലയിൽ ഒരു സ്വീകരണ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ സയ്യിദുൽ ഉലമയുടെ ഉദ്ഘാടനം പ്രസംഗത്തിന് എന്നെ വിളിച്ചിരുന്നു. അപ്പം പോയി. അപ്പോൾ സയ്യിദുൽ ഉലമൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു പോയിന്റ് അതായിരുന്നു: പാരമ്പര്യമുള്ളവരിലേക്ക് ഇൽമ് ചേർന്നാൽ അത് വലിയ മഹത്വമായിരിക്കും എന്നാണ്. എല്ലാറ്റിനും ഒരു പാരമ്പര്യമുണ്ട്. ഇൽമിൻ്റെ പാരമ്പര്യമുള്ളവരിലേക്ക് ഇൽമ് ചേർന്നാൽ അത് വലിയൊരു മഹത്താണ്. അപ്പോൾ കാടേരി ഉസ്താദിൻ്റെ കുടുംബം ആലിമീങ്ങളുടെ പാരമ്പര്യമുള്ള കുടുംബമാണ്. അതിലേക്ക് ഇൽമ് ചേർന്നപ്പോൾ വലിയ മഹത്വമായി. ഇൽമും സിയാദത്തും ഒരാളിൽ സംഗമിച്ചാൽ അത് രണ്ടാമത്തെ വലിയൊരു മഹത്വമാണ്. ഒരാൾ നേതാവുമായി, അയാൾ ആലിമുമായി എന്നത് വലിയൊരു മഹത്വമാണ്. ഇൽമും സിയാദത്തും എങ്ങനെ വായിക്കാം? സയ്യിദായ ആൾ ആലിമും കൂടി ആയാൽ വലിയ മഹത്വമായി എന്ന തരത്തിലും അതിനെ വായിക്കാൻ വേണ്ടി പറ്റും. ഇൽമും സിയാദത്തും ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ അത് വലിയൊരു മഹത്വമാവും. സയ്യിദുൽ ഉലമ അന്ന് പ്രസംഗിച്ച ഒരു പ്രസംഗം സാന്ദർഭികമായി ഇപ്പോൾ ഓർത്തു പോവുകയാണ്. അപ്പോൾ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നത് ഒരു പാരമ്പര്യ ഗുണമായിരുന്നു. ബഹുമാനിക്കപ്പെടേണ്ട അർഹത, യോഗ്യത അദ്ദേഹത്തിനുണ്ട് എന്നതുകൊണ്ട് തന്നെ ശരിക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഫോട്ടോ നമ്മൾ എടുത്തു നോക്കിയാൽ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഫോട്ടോ എടുക്കുക. ഇങ്ങനെ തടിയില്ലാതെ നീണ്ടിട്ട് നെറ്റിത്തടം അല്പം മുൻവശത്തേക്ക് നിൽക്കുന്ന, കണ്ണ് കുഴിയിൽ പോയ, വെളുത്ത താടിയുള്ള, നീണ്ട താടിയുള്ള ഒരു വെള്ള ശരീരമുള്ള പ്രകൃതക്കാരനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുത്താൽ കിട്ടും. അതിൻ്റെ പിക്ചർ എടുത്താൽ മതി. എങ്ങനെ? തടിയില്ലാതെ നീണ്ടിട്ട് നെറ്റിത്തട അല്പം മുൻവശത്തേക്ക് വന്ന് കണ്ണ് കുഴിയിൽ പോയി വെളുത്ത ശരീരപ്രകൃതമുള്ള നീണ്ട താടി വെച്ച ഒരാൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ വാക്കുകൾക്ക് വലിയ ശക്തിയാണ്. സിദ്ദീഖ് ഒരു തീരുമാനമാണ് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് കാര്യം പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ യുദ്ധത്തിന് വേണ്ടി നിയോഗിച്ചിരുന്നു. സാമാന്യം ചെറിയ കുട്ടിയാണ് സയ്യിദുനാ ഉസാമ റളിയല്ലാഹു അൻഹു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുപുത്രനായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് സയ്യിദുനാ ഉസാമ റളിയല്ലാഹു അൻഹു. അപ്പോൾ ചെറുപ്പക്കാരനാണ്. നബി തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് ഒരു യുദ്ധസംഘത്തിൻ്റെ നേതാവായി മഹാനവറുകളെ നിയോഗിച്ചു. പക്ഷേ മഹാനവറുകൾ പുറപ്പെടുന്നതിൻ്റെ മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. നബി തങ്ങൾ വഫാത്തായി.
സിദ്ദീഖ് റളിയല്ലാഹുവിന് ഖിലാഫത്ത് ഏറ്റെടുത്തു. ആദ്യമായി ചെയ്ത പ്രവർത്തനം ഉസാമ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ യുദ്ധത്തിന് അയക്കലാണ്. നാട്ടുകാരുടെ മൊത്തത്തിലൊരു അഭിപ്രായം ഉണ്ടായി, ഈ സമയത്ത് എന്തിനാപ്പോൾ ഒരു യുദ്ധം, അതും ചെറിയ കുട്ടിയായ ഉസാമനെ മുമ്പിൽ വെച്ചിട്ട്. അലി റളിയല്ലാഹുവിനെ പോലെയുള്ള ധീരന്മാരായ ആൾക്കാർ, യുദ്ധതന്ത്രം അറിയുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഓല ആരെങ്കിലും ഒരാളെ നേതാവാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് യുദ്ധസംഘത്തെ ഒന്ന് അഴിച്ചു പണിയൊക്കെ എടുത്തിട്ട് ആക്കതിനൊക്കെ പോയാൽ പോരേന്ന് ആൾക്കാർക്കിടയിൽ ഒരു അഭിപ്രായം. പക്ഷെ ആരാപ്പോൾ അത് സിദ്ദീഖ് തങ്ങളോട് പറയാ, ഉമർ ഖത്താബ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ എല്ലാവരും. അങ്ങനെ എല്ലാവരും കൂടി ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്നു. മൂപ്പരോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഞങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ട് പറഞ്ഞു. ഉമർ ഖത്താബ് പറഞ്ഞു, ആ അഭിപ്രായം എനിക്കും ഉണ്ട് പറഞ്ഞു. നിങ്ങൾ പോയി പറയാറുണ്ട്, ആയിക്കോട്ടെ ഞാൻ പറഞ്ഞോളാറുണ്ട്. അങ്ങനെ മൂപ്പര് വന്നു. സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖേ, ഈ സമയത്തൊരു യുദ്ധം വേണ്ടാന്ന് പൊതുവെ അഭിപ്രായമുണ്ട്. കുറച്ച് കഴിഞ്ഞ് യുദ്ധസംഘത്തേക്കൊന്ന് അലകും പിടിയൊക്കെ ഒന്ന് മാറ്റി ഉഷാറാക്കി നേതൃസ്ഥാനത്ത് തഴക്കും പഴക്കമുള്ള ആൾക്കാരൊക്കെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോരേന്നാണ് പൊതുവെ ഉള്ള അഭിപ്രായം എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹുവിന് പറഞ്ഞു, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം യുദ്ധത്തിന് പോയി, എന്നിട്ട് അവർ തോറ്റു എന്ന് സങ്കല്പിച്ചോളി. തോറ്റത് കാരണം ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വന്നു. മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതശരീരങ്ങൾ കൊണ്ട് മദീനയുടെ തെരുവോരങ്ങൾ നിറഞ്ഞു കവിഞ്ഞാലും അള്ളാഹുവിൻ്റെ റസൂൽ മുന്നോട്ട് വെച്ച സംഘത്തെ തിരിച്ചു വിളിക്കൂലെന്ന് പറഞ്ഞപ്പോ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹുവിന് പറഞ്ഞു, അതിനെയാണ് ഇന്ത്യ അഭിപ്രായം എന്ന്. ആണ് നേതൃഗുണം എന്ന് പറഞ്ഞത്. എന്തിനാ നമ്മൾ തോനെ പറയേണ്ട ആവശ്യം?